2025 ലോക ആരോഗ്യ ദിനത്തിൽ ചുങ്കം റിയൽ റണ്ണേഴ്സും ആദവനാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കൂട്ടയോട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി TP സിനോബിയ, ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജാസിർ എന്നിവർ ചേർന്ന് നടത്തുകയാണ്. അതുപോലെ നമ്മുടെ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥൻ എന്നുള്ളതിൽ ഏറ്റവും ജനകീയമായി ഈ പരിപാടികൾ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട രജിസാർ തുടങ്ങി ബഹുമാന്യരായ ആളുകളുടെ സാന്നിധ്യത്തിൽ ഇതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നടക്കുകയാണ്. ലഹരിക്കെതിരെ ആരോഗ്യ സംരക്ഷണത്തിന്റെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആദവനാട് ഗ്രാമപഞ്ചായത്തും ചുങ്കം റിയൽ റണ്ണേഴ്സും സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ആരോഗ്യ സംരക്ഷണ കൂട്ടയോട്ടമിത ഇതുവഴി കടന്നു വരുന്നു. ആരോഗ്യ ദിന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കാം ആരോഗ്യത്തിലേക്ക് എന്നുള്ള അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. നമ്മുടെ ആരോഗ്യ സംരക്ഷണമാണ് യഥാർത്ഥ ലഹരി എന്നുള്ള സന്ദേശത്തിൽ ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും പ്രസിഡന്റ് TP സിനോബിയ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ KT ഹാരിസും മുൻ ഉപാധ്യക്ഷൻ KP ജാസിറും മലപ്പുറം ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ ഉപാധ്യക്ഷൻ ദുൽഫുകാർ ബാപ്പുക്കയും നയിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശം ആരോഗ്യ സംരക്ഷണ സന്ദേശ കൂട്ടയോട്ടമിത പുത്തനത്താണി ടൗണിലേക്ക് കടന്നു വരികയാണ്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. നമ്മുടെ നാടും സമൂഹവും കോട്ടയോട്ടമിത പുത്തനത്താണി ബസ് സ്റ്റാൻഡിലേക്ക് കടന്നു വരികയാണ്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. ഇതിന്റെ ഭാഗമായി നടക്കാം ആരോഗ്യത്തിലേക്ക് എന്ന ആരോഗ്യ വകുപ്പിന്റെ ഒരു ശീർഷകം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം കരിപ്പോളിൽ നിന്ന് പുത്തനത്താണിയിലേക്ക് കൂട്ടയോട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത്. 2 മുദ്രാവാക്യങ്ങളാണ് നമ്മൾ ഏറ്റുപിടിച്ചത്. ഒന്ന് ലഹരി വിരുദ്ധ പോരാട്ടവും, അതിനപ്പുറത്തേക്ക് നമ്മുടെ ആരോഗ്യ സംരക്ഷണവും. ഏതായാലും ഈ 2 മുദ്രാവാക്യങ്ങളും ഏറ്റെടുത്ത ഒരു സമൂഹത്തിന് മുന്നിലാണ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ നിൽക്കുന്നത്. വലിയ സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഈ ഒരു സമയത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഒരു പ്രോഗ്രാമിനോട് സഹകരിച്ചതിൽ റിയൽ റണ്ണേഴ്സിന്റെ എല്ലാ അത്ലറ്റുകളെയും ഇതിന് നന്ദിയും കടപ്പാടും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അറിയിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ ഒരു സംവിധാനത്തിന് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധങ്ങളായ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഭരണസമിതി സദാ സന്നദ്ധമാണ് എന്ന സന്തോഷം കൂടെ അറിയിക്കുകയാണ്. അതിനോടൊപ്പം ഏതായാലും ഇത്തരത്തിലൊരു സംഘം നമ്മുടെ പ്രദേശത്തിന് ഏറെ അഭിമാനകരമാണ്. ചുങ്കബാപ്പു എന്ന ഒരു ചെറിയ മനുഷ്യൻ ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തത്. അത് അതിന്റെ പരിപൂർണതയിൽ എത്തിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ കൂട്ടായ്മ. കൂടുതലായി ഒന്നും പറയുന്നില്ല, അനവസരമാണ് എന്നറിയാം. ഏതായാലും ഇതിനെത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനം നിറഞ്ഞ പ്രസിഡന്റ്, അംഗങ്ങൾ, അതിലുപരി ഇതിനോട് കൂടിയിട്ട് റിയൽ റണ്ണേഴ്സ്, ഒരുപാട് സന്തോഷമുള്ളൊരു പ്രോഗ്രാമാണ്. കാരണം ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ഒരു ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഒരു ലഹരിക്കെതിരെ നമുക്കറിയാം 1950 മുതൽ
ഏപ്രിൽ 7 ഓരോ വർഷവും ഓരോരോ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഓരോരോ കാര്യത്തിലേക്ക് നമ്മുടെ ലോകത്തെ പിടിച്ചടക്കുന്ന എന്തെങ്കിലും മഹത്തായ പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിനോട് എതിരെ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ വർഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വർഷത്തിൽ ഇതുപോലെ ലഹരിക്കെതിരെയുള്ള നമ്മുടെ നടക്കാം ആരോഗ്യത്തിലേക്ക് എന്നുള്ളൊരു മുദ്രാവാക്യം, അതിനപ്പുറത്തേക്ക് നമ്മുടെ ഇന്നത്തെ കാലത്തേക്ക് ഈ ഒരു നമ്മുടെ നാടിന് ഒരു വിപത്തിന്, നമ്മുടെ നാടൊന്നാകെ നശിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഒരു മുദ്രാവാക്യം കൂടി നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് റിയൽ റണ്ണേഴ്സ്, നമുക്ക് പറയാതിരിക്കാൻ നമ്മുടെ ബാബുക്ക ഈ ഒരു സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം എന്നും കൂടെ തന്നെയുണ്ട്. ഒരുപാട് സന്തോഷം. അവർക്ക് നന്ദി. ഈ ഒരു അവസരത്തിൽ ഞാൻ നേരുകയാണ്. ഇതിനാൽ കൂടെ തന്നെ ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതിനൊരു ഉദ്ഘാടന സെഷൻ നമ്മുടെ പ്രസിഡന്റ് നിർവഹിക്കാൻ വേണ്ടി പ്രസിഡന്റിനെ ആദരവായി സ്വാഗതം ചെയ്യും. ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള മെമ്പർമാര്, പ്രിയപ്പെട്ട വാപ്പുകയുടെ നേതൃത്വത്തിലുള്ള ചുങ്കം റിയൽ റണ്ണേഴ്സ് ടീം, ആദ്യമായിട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം ഈ ഒരു നേതൃത്വം ഒരു 2 വർഷത്തോളമായിട്ടുള്ള ഈ ഒരു കൂട്ടായ്മ ഈ സമൂഹത്തിന് തന്നെ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. കാരണം നമുക്കറിയാം, ലഹരി നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരി, അതിൽ നിന്നൊക്കെ ഒരു സമൂഹത്തെ മാറ്റി നിർത്താനും അവർക്കൊക്കെ ഒരു മാതൃകയാവാനും കഴിയും. അതോടൊപ്പം നമ്മളിത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലഹരിക്കെതിരെയുള്ള ഒരു കൂട്ടുയോട്ടം സംഘടിപ്പിക്കണം. നമ്മുടെ ലോകാരോഗ്യ ദിനത്തിൽ നിന്ന് 7-ാം തീയതി എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നത്. അതേ സമയത്താണ് നമുക്ക് ഇന്നലെ നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നത് നടക്കാം ആരോഗ്യത്തിലേക്ക് എന്ന ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് കൂട്ടയോട്ടം സംഘടിപ്പിക്കണം എന്നതായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു തലേ ദിവസമൊക്കെ വരുമ്പോൾ ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാനുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുമായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു സംഗതി ആദ്യം നമ്മൾ കണ്ടത് കൊണ്ട് തന്നെ നമുക്ക് നിങ്ങളൊക്കെ സഹായത്തോടെ ഒരു പ്രയാസമില്ലാതെ ആ ഒരു പരിപാടി കൂടി ഈ ഒരു അവസരത്തിൽ അതും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ ആവനാടിന്റെ അല്ലെങ്കിൽ ഈ ഭരണസമിതിക്ക് കിട്ടിയ ഒരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഈ ഒരു കൂട്ടായ്മ നമുക്ക് ഇനിയും തുടർന്ന് കൊണ്ടുപോകണം. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളും നിങ്ങളുമായി സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് അതാത് അവസരങ്ങളിൽ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കൂടെ ഉണ്ടാകണം. ഇതുവരെ സഹകരിച്ച എല്ലാത്തിനും പ്രത്യേകം അഭിനന്ദനവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ ഒരു ഇന്നത്തെ ഈ ലോകാരോഗ്യ ദിനത്തിൽ നമ്മൾ നടത്തിയ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചു. എല്ലാവരും വളരെ തിരക്കിലാണ്. നമ്മുടെ മെഡൽ ഡിസ്ട്രിബ്യൂഷനാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഈ മഹത്തായ ചടങ്ങിൽ ഈ കുട്ടയോട്ടത്തിൽ പങ്കെടുത്ത ആളുകൾക്കുള്ള മെഡൽ വിതരണം ആരംഭിക്കുകയാണ്. ആദ്യമായി ഈ കുട്ടയോട്ടത്തിൽ വളരെ ആവേശപൂർവ്വം പങ്കെടുത്ത കുരുന്നുകൾക്കുള്ള മെഡലാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വിതരണം ചെയ്യുന്ന. എല്ലാവരും നല്ലൊരു നിറഞ്ഞ കയ്യടിയോടുകൂടി അവരെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും നല്ലൊരു കയ്യിൽ വെക്കുക. കുട്ടികളുടെ വേഗത്തിൽ തന്നെ ഈ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്ത മുതിർന്ന ആളുകൾ വരിക. ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനാണ് വിതരണം ചെയ്യുന്നത്. ബുദ്ധിമുട്ടാവുമെങ്കിൽ എല്ലാവരും അവസാനം ഒരു ഗ്രൂപ്പ് വോട്ടൊക്കെ പോസ്റ്റ് ചെയ്തതിനു ശേഷം പറ്റും. നല്ല തിരക്കില്ലാത്ത ആൾക്കാരെ സഹായിക്കും.
വൈസ് പ്രസിഡന്റിനുള്ള മെഡൽ പ്രസിഡന്റ് സമ്മാനിക്കുന്നതാണ്. വൈസ് പ്രസിഡന്റിനുള്ള മെഡൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ KP ജാസറിനുള്ള മെഡൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനിക്കുന്നു. നമ്മുടെ ബാബു ഖാന്റെ നേതൃത്വത്തിലുള്ള ചുങ്കർ റിയൽ റണ്ണേഴ്സ് നമ്മുടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുകയും 1-2 വർഷത്തോളമായി ഈ ടീം വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. സാമൂഹിക തിന്മക്കെതിരെ പോരാടുന്ന ഒരു ശക്തിയായും ഒരു കൂട്ടായ്മയും എന്നും ഇത് നിലനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതുപോലുള്ള പൊതുവിഷയങ്ങളിൽ ഈ കൂട്ടായ്മ ഇനിയും മുന്നിട്ടിറങ്ങുന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ ആയിക്കോട്ടെ മക്കളെ, ഇത് എന്തിനാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചെന്ന് മനസ്സിലാക്കാം. ഈ പരിപാടി സത്യത്തിൽ നിങ്ങളെ രക്ഷിതാക്കളും പ്രായം ചെന്ന എല്ലാവരും കൂടി സംഘടിപ്പിച്ച് ആർക്ക് വേണ്ടിയാണെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കാം അല്ലേ? നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചല്ലേ? ഇങ്ങനെ ലഹരിയിലേക്ക് നമ്മുടെ നാട് ഇങ്ങനെ കൂട്ടി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? വലിയ കഷ്ടത്തിലേക്ക് പോലെ. അപ്പോൾ വിദ്യാഭ്യാസം നേടി മിടുക്കന്മാരായിട്ട് വളരെ, അതുപോലെ തന്നെ കായിക മേഖലയിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൂടുതൽ കൊണ്ടുപോകുക. കായിക മേഖലയിൽ കൊണ്ടുപോയാൽ ഗുണം എന്താണെന്നറിയോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ലഹരിയോടും മറ്റുള്ളതിനോടും താല്പര്യം ഉണ്ടല്ലോ. അപ്പോൾ കായികമായ പ്രവർത്തനങ്ങൾ ലഹരിയായിട്ട് മാറ്റിയിടും. ഓക്കെ, റെഡി അല്ലേ? എന്നാ ഒരു താങ്ക് യു പറയൂ, ഒരു ഹായ് പറയണ. യോ ഒന്നറിയാം.